ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിനേഷൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 71ാമത്തെ ക്വസ്റ്റ്യൻ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷനുണ്ട്, നോക്കാം നമുക്ക്. ഡിസ്കൗണ്ട് ശതമാനം ഈക്വൽ ടു യഥാർത്ഥ വില മൈനസ് ഡിസ്കൗണ്ട് എമൗണ്ട്. ഡിസ്കൗണ്ട് വില ഇവിടെ എഴുതാൻ സ്ഥലമില്ല, താഴോട്ട് എഴുതാം. യഥാർത്ഥ വില മൈനസ് ഡിസ്കൗണ്ട് വില ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. ഇവിടെ യഥാർത്ഥ വില എത്രയാണ്? 840 ഡിസ്കൗണ്ട് വില 714. യഥാർത്ഥ വില 840 ഗുണം 100. അപ്പോൾ 840 മൈനസ് 714 126 ഡിവൈഡ് ബൈ 840 ഗുണം 100. 0 വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടി? 1260 ഡിവൈഡ് ബൈ 84. ഇവിടെ എങ്ങനെ കിട്ടുന്നത്? നമുക്ക് 1260 ഭാഗിക്കുന്നു 84. 1 84 ശിഷ്ടം 2 4. 0 താത്തിറക്കി. 84 ഗുണം 5 20 2 5 40 42 420 കിട്ടി. 15 420. ഇവിടെ ആൻസർ 15 ശതമാനം അല്ലേ? ഡിസ്കൗണ്ട് ശതമാനം. അപ്പോൾ 15%. ആൻസർ ഓപ്ഷൻ ബി 15%. അടുത്ത ക്വസ്റ്റ്യൻ 72. 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത്? ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. 11 സംഖ്യകളുടെ ശരാശരിയാണ് 66. അപ്പം തുക എന്ന് പറയുന്നത് 11 ഗുണം 66. തുക കണ്ടുപിടിക്കാൻ ആ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 11 ഗുണം 6 726 എന്ന് കിട്ടി. ഇനി ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ. അപ്പോൾ ഒരു സംഖ്യയും കൂടെ ചേർക്കുമ്പോൾ സംഖ്യ 11 12 ആകും. സംഖ്യ അടുത്ത തുക എങ്ങനെ കണ്ടുപിടിക്കാം? 12 എണ്ണം അല്ലേ? ഗുണം ശരാശരി എത്രയാകുമെന്നാണ് പറഞ്ഞത്? 72 ഈക്വൽ ടു 864 എന്ന് കിട്ടും. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ. എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് കുറച്ചാൽ മതി, സംഖ്യ കിട്ടി. 864 മൈനസ് 726 എത്ര കിട്ടും? 8 3 138. ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ 138. ഓപ്ഷൻ എ 138. അടുത്ത ക്വസ്റ്റ്യൻ 73. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ എത്ര നേരം എടുത്തത്? 1 മണിക്കൂർ 30 മിനിറ്റ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതിൻ്റെ കൂടെ 30 മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ 90. 3 പൈപ്പുകൾ 90 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പ് എത്ര നേരം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ എക്സിൻ്റെ മുകളിൽ കിടക്കുന്ന 90 ആദ്യം ഇങ്ങോട്ട് എടുത്തെഴുതുന്നു, ഇൻറ്റു ചെയ്യുന്നു. ഇതാണ് കൂടുതൽ അല്ലേ? അപ്പോൾ എന്തായാലും തുകയും കൂടുതലായിരിക്കും, കിട്ടുന്ന ആൻസറും കൂടുതലായിരിക്കും. അപ്പം അത് മുകളിലെഴുതി താഴെ 2 എഴുതുന്നു. 45 അല്ലേ? 90 രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 45 കിട്ടും. 45 ഗുണം 3 135 എന്ന് കിട്ടി. 135 മിനിറ്റ് എന്ന് കിട്ടി. അപ്പം അതിനെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്?
120 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ, ബാക്കി 15 മിനിറ്റ് ഉണ്ട്. 2 മണിക്കൂർ ബാക്കി 15 മിനിറ്റ്. 2 മണിക്കൂർ 15 മിനിറ്റ്. ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, 2 മണിക്കൂർ 15 മിനിറ്റ്. 74. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. 2k+1 ഗുണം 2/5 2/7. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഇവിടെ വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് കൂട്ടാൻ ഇവിടെ എന്താണ് വേണ്ടത്? 2/1 + 1 × 2/5. 1 + 1 2. 2/2 ഗുണം 2/5. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഇവിടെ വരുന്നത്. 5 + 2 7. 2/7. അപ്പോൾ ആൻസർ ഇവിടെ എന്തുമായിരിക്കും വരേണ്ടത്? 1. അപ്പം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ 1 എന്നാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 75. എ ജോലി 20 ദിവസമെടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസമെടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസമെടുക്കും? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. xy ഡിവൈഡ് ബൈ y മൈനസ് എക്സ്. പിന്നെ ബി അല്ലല്ലോ, ബി മാത്രമായി പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം. ബി മാത്രമായി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അതിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് xy ഡിവൈഡ് ബൈ y മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത ജോലി. എയും ബിയും കൂടെ ചേർന്ന് ചെയ്ത ജോലിയാണ് എക്സ്. വൈ എന്ന് പറയുന്നത് എ മാത്രം ചെയ്ത ജോലി. അപ്പോൾ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം എയും ബിയും കൂടെ എത്രയാണ് ചെയ്തത്? ഒരുമിച്ച് ജോലി പൂർത്തിയാക്കാൻ 12 ദിവസമാണ് എടുത്തത് അല്ലേ? 12. വൈ എന്ന് പറഞ്ഞാൽ എ മാത്രം ചെയ്തത് 20 ഡിവൈഡഡ് ബൈ പിന്നെ എ മാത്രം ചെയ്തത് 20 മൈനസ് എക്സ് എത്രയാണ്? 12. 12 ഗുണം 20 240. 20 മൈനസ് 12 8. എത്ര കിട്ടും? ഇങ്ങോട്ട് 24. 0 ഇട്ട് കൊടുത്ത് 30. ഇവിടെ എത്രയാ? 30 ദിവസം. ആൻസർ ഓപ്ഷൻ സി 30. അടുത്ത ക്വസ്റ്റ്യൻ 76. ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ തുകയെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി, ആൻസർ കിട്ടും. അപ്പം നമുക്കങ്ങ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് എയുടെ തുകയെല്ലാം കൂടെ കൂട്ടി നോക്കാം. 2 + 5 + 6 + 3 + 1 17. ഇനി അടുത്തത് ബി നോക്കാം. 5 + 2 + 1 + 6 + 3 17. സി 3 + 3 + 4 + 4 + 2 16. ഇനി ഡി 3 + 4 + 4 + 2 + 4 17. അപ്പോൾ ഇത് മാത്രമാണ് 16 കിട്ടിയത്. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 77. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ദിശ അടയാളപ്പെടുത്തുക. ചെയ്ത് നോക്കാം നമുക്ക്. ദിശ അടയാളപ്പെടുത്തുക. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. വടക്കെന്ന് പറയുമ്പോൾ നോർത്ത് ഇങ്ങോട്ട് അല്ലേ? 8 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. 8 കിലോമീറ്റർ പോയി. പിന്നീട് എന്താണ് ചെയ്തത്? വലത്തോട്ട് തിരിഞ്ഞ്
വലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വലത്തേതാണ് ഇങ്ങോട്ടാണ് 2 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയി. പിന്നീട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ഇങ്ങനെ പോകുമ്പോൾ വലത്ത് ഇങ്ങോട്ട് 1 കിലോമീറ്റർ. ദിശ ഇനി അടുത്ത എന്തുവാണ് പറഞ്ഞു ചോദിച്ചിരിക്കുന്നത്, രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പം ഇങ്ങോട്ട് താഴോട്ട് ഏത് ദിശയാണ്? സൗത്ത്, തെക്ക് ദിശ. ആൻസർ ഓപ്ഷൻ ബി, തെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹലോ എന്ന വാക്ക് KHOR എന്ന കോഡ് ചെയ്യപ്പെടുന്നു, എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമുക്ക് ABCD അങ്ങ് എഴുതി വെക്കുക. ABCD അങ്ങ് എഴുതാം. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്, ഹലോ എന്ന വാക്ക് KHOR, എച്ച് കഴിഞ്ഞ് കെ ആണ് ഇവിടെ അല്ലേ ഫസ്റ്റ്. അപ്പം നോക്കാം നമുക്ക്. ഇടയ്ക്ക് 2 എണ്ണം, മൂന്നാമത്തെ അക്ഷരമാണ് എടുത്തിരിക്കുന്നത് കെ എന്നുള്ളത്. അപ്പം അതേപോലെ ആയിരിക്കും അടുത്തതും വരുന്നത്. ഈ നോക്കാം, ഈ മൂന്നാമത്തെ അക്ഷരം H. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇനി വേൾഡും വരേണ്ടത്. ഡബ്ല്യുവിൻ്റെ 3 അക്ഷരം നോക്കുമ്പോൾ മൂന്നാമത്തെ അക്ഷരം Z വരും. പിന്നീട് O വരുന്നത് R വരും. R വരുന്നത് U വരും. L വരുന്നത് O വരുന്നു. പിന്നെ D G വരും. അപ്പോൾ ZRUOG വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 79. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? 4, 7, 12. അപ്പോൾ ഇവിടെ 4 ഇടയ്ക്ക് 3 വരുന്നു. അത് കഴിഞ്ഞിട്ട് 7, 12 ഇടയ്ക്ക് 5. അടുത്ത ഏതായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ 12 + 7 എത്ര? 19. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ, A പ്ലസ് ചിഹ്നത്തെയും B മൈനസ് ചിഹ്നത്തെയും C ഡിവൈഡ് എന്ന ചിഹ്നത്തെയും D മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ 80, A കൂട്ടുക, B കുറയ്ക്കുക, C ഭാഗിക്കുക, D ഗുണിക്കുക എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 8, A 12, C 6, D 2, B 5 എത്ര സൂചിപ്പിക്കുന്നു? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 18 അധികം 12 ഭാഗം 6 ഗുണം 2 മൈനസ് 5. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ്. അപ്പം എങ്ങനെയാണ്? 18 അധികം 12 6 കൂടെ ഹരിക്കുമ്പോൾ 2 ഗുണം 2 മൈനസ് 5. ഇനി ചെയ്യേണ്ടത് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 18 അധികം 4 മൈനസ് 5. ഇനി ചെയ്യേണ്ടത് കൂട്ടുക. 18 അധികം 4 22 മൈനസ് 5 എത്ര കിട്ടും? 17. അപ്പോൾ 17 ആൻസർ വരുന്നത്. നോക്കാം. 17 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 81. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റസ് ഡാഷ് അറൈവ്ഡ്. ആൻസർ ഓപ്ഷൻ എ, ഹാസ്. അപ്പോൾ എന്താ ഇവിടെ ഹാസ് വന്നത്? 2 സബ്ജക്റ്റിനെ ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, റാദർ ദാൻ, അൺലൈക്ക്, ആസ് മച്ച് ആസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും വെർബ് വരിക. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഇട്ട ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 82. ലെറ്റ് us ഗോ ഫോർ എ വാക്ക്. ആൻസർ ഓപ്ഷൻ സി, ഷാൾ വി. അപ്പോൾ ഇതും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് സാധാരണ ഷാൾ വി ആയിരിക്കും. അതാണ് കാരണം. അപ്പോൾ 83ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്.
ആൻസർ ഓപ്ഷൻ ഡി. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി വന്നത്? റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് സിമ്പിളോ ഫ്യൂച്ചർ സിമ്പിളോ ആയാൽ സെൻറ്റൻസിലെ ടെൻസിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്, അപ്പോൾ ഇതിന് ടെൻസിന് മാറ്റം വരാതെ വന്നിരിക്കുന്നത് ഇത് മാത്രമാണോ അല്ലേ? ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നിരിക്കുന്നു, ഇവിടെ സെഡ് വന്നു, ഇവിടെ സെഡ് വന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ പ്രസൻറ്റ് ടെൻസിൽ വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത് 84. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ആൻസർ ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വുഡ് ഹെൽപ്പ് വന്നത്? പാസ്റ്റ് ടെൻസിൽ ഉള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വുഡ് ഹെൽപ്പ് വന്നത്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് സബ്ജക്റ്റ് ആണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ഓഫ് വെർബാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, അതുകൊണ്ടാണ് ഇവിടെ വുഡ് ഹെൽപ്പ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 85. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ആൻസർ ഓപ്ഷൻ ബി 2. ബിലോങ്സിൻ്റെ കൂടെ എപ്പോഴും 2 എന്ന പ്രിപ്പോസിഷനാണ് വരുന്നത്. 86. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ ഡി. 87. ദ അഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ഓപ്ഷൻ സി സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. വഴക്കിനുള്ള കാരണം, അതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. 88. ദ ഡാഷ് ഓഫ് വോൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. ആൻസർ ഓപ്ഷൻ എ പാക്ക്. നമ്മൾ കളക്റ്റീവ് നൗൺസ് പറഞ്ഞപ്പം ഈ വോൾസിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തപ്പോൾ നോക്കിയാൽ എല്ലാം കുറേ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ചു വെച്ചേക്കുക, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും ചിലപ്പം. അടുത്ത ക്വസ്റ്റ്യൻ 89. ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് അബൻഡ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ. അടുത്ത 90. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ഡെഫിസിറ്റ്. ആൻസർ ഓപ്ഷൻ ബി സർപ്ലസ്. 91ാമത്തെ ക്വസ്റ്റ്യൻ അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ എ സന്തതി ഇല്ലാത്തവൻ. 92. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി കവയിത്രി. 93. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ആൻസർ ഓപ്ഷൻ സി പുരുഷന്മാർ. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, അപ്പം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ലിംഗത്തോട് കൂടിയ ബഹുവചനമാണ് സലിംഗ ബഹുവചനം. പുരുഷൻ, സ്ത്രീ ഇവയിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. മാർ, കൾ എന്നിവ ഇതിൻ്റെ പ്രത്യയങ്ങളാണ്. 94. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ചുരുക്കി പറയുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 96. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. ആൻസർ ഓപ്ഷൻ എ അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? ദ്രൗണി എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. ആരാണ്? ഓപ്ഷൻ ബി അശ്വത്ഥാമാവ്. 98. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ സി ചിത് അധികം മുദ്ര. 99. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ. 100. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ആൻസർ ഓപ്ഷൻ എ വിശ്വസ്തൻ. വിശ്വസ്തൻ. ഇത്രയേ ഉള്ളൂ.